नमस्कार। आज हम दूसरा पार्ट पढ़ने जा रहे हैं। दूसरा पार्ट का नाम फसलों के त्योहार है। केरल का देशीय उत्सव ओणम है। यह एक फसलों के त्योहार है। उसी प्रकार बिहार के फसलों के त्योहार के बारे में इस पार्ट में हम पढ़ेंगे। അതായത് ഫസ്ലോങ്ക ത്യോഹാർ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന്റെ ഉത്സവത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫസ്ലോങ്ക ത്യോഹാർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓണം, കേരളീയ ദേശീയോത്സവമാണല്ലോ ഓണം. ആ ഓണം ഒരു ഫസ്ലോങ്ക ത്യോഹാർ, ഒരു വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ ബീഹാറിലെ ഒരു വിളവെടുപ്പിന്റെ ഉത്സവത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. किताब में देखो, सारा दिन बोरसे के आगे बैठकर हाथ तापते हुए गुजर जाता है. कहाँ तो खिचड़ी के समय धूप में गर्माहट की शुरुआत होनी चाहिए और यहाँ हम सूरज के इंतजार में आस लगाए बैठे हुए हैं. पूरे 10 दिन हो गए, सूरज लापता है. आज सुबह तो रसोई से निकलने की हिम्मत नहीं हो रही है. अरे सारा दिन बोरसी के आगे बढ़कर हाथ तापते हुए गुजर जाता है. സാരാ ദിൻ മുഴുവൻ സമയവും ബോർസി എന്ന് വെച്ചാൽ തീക്കുണ്ടം. അതായത് ഒന്നി ഒരു ബോക്സ്, അതായത് ബോക്സ് എന്ന് വെച്ചാൽ ഒന്നി ക്ലേ കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ട്, ഏത് സാധനങ്ങൾ കൊണ്ടും ഒരു ബോക്സ് അല്ലെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിനകത്ത് വിറകിട്ട് കത്തിച്ച് ഉണ്ടാക്കുന്ന അതിന് പറയുന്ന പേരാണ് ബോർസി, അതായത് തീക്കുണ്ടം എന്ന് പറയുന്നത്. ബോർസിക്ക് ആകെ ബൈക്ക് അതിന്റെ ഫ്രണ്ടിലിരുന്ന്, അതിന്റെ മുന്നിലിരുന്ന് ഹാത്ത് താപ്തേ ഹുയെ ഗുസർ ജാത്താഹി, അതിന്റെ മുന്നിലിരുന്ന് കൈ ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി ഗുസർ ജാത്താഹി എന്ന് വെച്ചാൽ സമയം ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കണം. മുഴുവൻ സമയം ബോർസിയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കൈ ചൂടാക്കി സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുസർ ജാന എന്ന് പറഞ്ഞാൽ गुजर जाना मीन्स पास एवे, समय इങ്ങനെ ചിലവഴിച്ചുണ്ട്. कहाँ तो खिचड़ी के समय धूप में गर्माहट की शुरुआत होनी चाहिए और यहाँ हम सूरज के इंतजार में आस लगाए बैठे हुए हैं. कहाँ तो खिचड़ी के समय, ബീഹാറിലെ മകരസംക്രാന്തി എന്ന് പറയുന്ന ആ ഫെസ്റ്റിവലിന്, ആ ഉത്സവത്തിന് പറയുന്നതാണ് കിച്ചടി എന്ന്. ബീഹാറുകാർ മകരസംക്രാന്തിക്ക് പറയുന്ന പേരാണ് കിച്ചടി. കിച്ചടി കെ സമയം ധൂപ് മേ ഗർമാഹട്ട് കി ശുരുഹാന്തു, ആ കിച്ചടി സമയത്ത് സൂര്യപ്രകാശം ചെറുതായ രീതിയിൽ കിട്ടേണ്ടതാണ്. എന്നുവെച്ചാൽ പ്രതീക്ഷ സൂര്യപ്രകാശം ചെറുതായ രീതിയിൽ, സൂര്യൻ ചെറുതായിട്ട് ഉദിച്ചപ്പോൾ ചെറിയ ചൂട് ആ സമയത്ത് കിട്ടേണ്ട, കിച്ചടി സമയത്ത് ചെറിയ സൂര്യപ്രകാശം കിട്ടേണ്ടതാണ്. ശുരുഹാൻ ഹോനിച്ച, സൂര്യന് ഇങ്ങനെ സൂര്യപ്രകാശം കിട്ടേണ്ടതാണ്. ഔർ യഹാം ഹം സൂരജ് കെ ഹിന്ദസാർ മേ ഹാസ് ലഗായെ ബൈഠേ ഹുയെ, എല്ലാവരും സൂര്യന്റെ ആ വരവും സൂര്യനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ദസാർ എന്ന് വെച്ചാൽ പ്രതീക്ഷ. ആരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്? സൂര്യൻ. അത് സൂര്യന്റെ വരവും സൂര്യനെ ഒന്നെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, വെയിലിട്ട്. എല്ലാവരും ആരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്? സൂര്യനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സൂര്യൻ. പൂരെ 10 दिन हो गए सूरज लापता है, സൂര്യൻ മറഞ്ഞിട്ട് 10 ദിവസമായി. പൂരെ 10 दिन हो गए सूरज लापता है, സൂര്യൻ മറഞ്ഞിട്ട് 10 ദിവസം. സൂര്യനെ കാണാതായിട്ട് എത്ര ദിവസമായി? 10 ദിവസമായി. സൂര്യൻ ലാപ്താഹി വെച്ചാൽ മറയുക, കണ്ടിട്ട് 10 ദിവസമായി. ആ സുബഹ് തോ രസായി സെ നികൽനെ കി ഹിമ്മത്ത് നഹി ഹോ രഹി ഥി, ഇന്ന് സുബഹ് എന്ന് വെച്ചാൽ മോർണിംഗ്, രാവിലെ. രസായി എന്ന് വെച്ചാൽ കട്ടിയുള്ള പുതപ്പിനാണ് നമ്മൾ എന്താ പറയുന്നത്, രസായി എന്ന് പറയുന്നത്. രസായി സെ നികൽനെ ഹിമ്മത്ത് നഹി ഹോ രഹി ഥി, ഇന്ന് രാവിലെ പുതപ്പിനകത്തുനിന്ന് വെച്ചാൽ ആ കട്ടിയുള്ള പുതപ്പിനകത്തുനിന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയ ധൈര്യമില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഹിമ്മത്ത് മീൻസ് ധൈര്യം. हिम्मत मीन्स करेज. आज सुबह तो रसाई से निकलने की हिम्मत नहीं हो रही थी, ഇന്ന് രാവിലെ തണുപ്പുള്ള പുതപ്പിനകത്തു നിന്നും പുറത്തിറങ്ങാൻ ആർക്കും ധൈര്യം വെച്ചാൽ അത്രയ്ക്ക് തണുപ്പായിരുന്നു.
बाहर देखने से तो समय का अंदाज बिल्कुल नहीं हो रहा, लेकिन घर में हो यही चहल पहल अब पता चल रही है. बाहर देखने से तो समय का अंदाज बिल्कुल नहीं हो रहा. അതായത് ബാഹർ ദേക്കിനെ നമ്മൾ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് അന്താജ് ബിൽക്കുൽ നാക്കി എന്ന് വെച്ചാൽ പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് സമയം എന്തുവായെന്ന് ഊഹിക്കാൻ പറ്റും. വെച്ചാൽ സൂര്യപ്രകാശം സൂര്യൻ ഉറയ്ക്കാത്തതുകൊണ്ട് വെയിൽ ഉറയ്ക്കാത്തതുകൊണ്ട് നമുക്ക് പുറത്ത് നോക്കി എന്ത് കാണാൻ പറ്റില്ല, സമയം എത്ര നമുക്ക് ഊഹം പറയാൻ പറ്റും. ഒരു ഐഡിയ പറ്റത്തില്ല, സമയം എത്ര ആണെന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്ന്. ലേക്കിൻ ഗർമേ ഹോ രഹി ചഹൽ പഹൽ അബ് പതാ ചൽ രഹി ഹെ. വീട്ടിനകത്ത് ചഹൽ പഹൽ എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആക്ടിവിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെയും ചെറു ആഘോഷങ്ങൾ, എന്തോ ആഘോഷങ്ങൾ നടക്കുന്നതിന്റെ ബഹളങ്ങളെല്ലാം വീടിനകത്ത് കേൾക്കാൻ പറ്റും. लेकिन घर में हो यही चहल पहल अब पता चल रही है. रह रहकर कानों में काफी चांबा कल के चलने और पानी के गिरने की आवाज तो काफी किसी के हांग लगाने की आवाज आ रही थी. रह रहकर कानों में ബാർ ബാർ വീണ്ടും വീണ്ടും നമുക്ക് എന്താകും, ചാമ്പാക്കൽ അതായത് ബോറോവിൽ കുഴൽക്കിണറിൽ നിന്നും കുഴൽക്കിണർ ഓൺ ആക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളം ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഔർ പാനി ഗിർനേക്ക് ആവാസ്, അതുപോലെ ആ കുഴൽക്കിണറിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. തോ കഫി കിസിക്ക് ഹാങ് ലഗാനേക്ക് ആവാസ് ആണ്. അതുപോലെ തന്നെ ആരോ വിളിക്കുന്ന സൗണ്ട്, ഇങ്ങനെ ബുലായെന്ന് വെച്ചാൽ വിളിക്കുക, ആരോ വിളിക്കുന്ന സൗണ്ട് നമുക്ക് ഇങ്ങനെ ലഗാനേക്ക് ആവാസ് ആ രഖീതി, നമുക്കിങ്ങനെ വിളിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ കഴിയും. കേരയ്ക്ക് പത്ത ആയിൽ കീന, അതായത് ബീഹാറി ഭാഷയിലാണ് അതിനുള്ള സെന്റൻസുകൾ. നോക്കിയേ, കേരയ്ക്ക് പത്ത ആയിൽ കീന, അതായത് പോയി നോക്കൂ വാഴയില വന്നിട്ടുണ്ടോ. പോയി നോക്കൂ വാഴയില വന്നിട്ടുണ്ടോ. ആജ് ഈ ലോകത്തെ ഉടേക്ക് നായിക്കേക്ക ബോൾ ജൽദി തയ്യാർ ഹോസ. പെട്ടെന്ന് പറയൂ നമ്മൾ തയ്യാറാകണമെന്ന്. എന്തുവാ, പെട്ടെന്ന് പറയൂ നമ്മൾ തയ്യാറാകണമെന്ന്. അബ് തോ ഉഡ്നെ മേ ഹി ഫലായി ഹെ. അബ് തോ ഉഡ്നെ മേ ഹി ഫലായി ഹെ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലതാണ്. അബ് തോ ഉഡ്നെ മേ ഹി ഫലായി ഹെ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ സെന്റൻസുകൾ എന്തോ ബീഹാറി ഭാഷയിലെ ഉള്ളതാണ്, അത് ഇതിനകത്ത് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. सारा दिन बोरसे के आगे बढ़कर हाथ तापते हुए गुजर जाता है. कहां तो खिचड़ी के समय धूप गर्माहट की शुरुआत होनी चाहिए और यहाँ हम सूरज के इंतजार में आस लगाए बैठे हुए हैं. पूरे 10 दिन हो गए सूरज लापता है. आज सुबह तो रसोई से निकलने की हिम्मत नहीं हो रही थी. बाहर देखने से तो समय का अंदाज बिल्कुल नहीं हो रहा, लेकिन घर में हो यही चहल पहल अब पता चल रही है. रह रहकर कानों में काफी चांबाकल के चलने और पानी के गिरने की आवाज तो काफी किसी के हांग लगाने की आवाज आ रही थी. फाग के देख केरे के पत्ता आयल की ना. आज ई लोग के उड़े के नायके का बोल जल्दी तैयार हो सक. अब तो उड़ने में ही फलाई है. आज मैंने तो पाठ पर पढ़ाया, उस आप 3 बार पढ़िए. धन्यवाद.